നമുക്കിന്ന് മല്ലിയില എങ്ങനെ സൂക്ഷിക്കാൻ നോക്കിയാലോ? അപ്പൊ അതിനായിട്ട് നമ്മുടെ മല്ലിയില ഒന്ന് നന്നായിട്ട് കഴുകി ആദ്യം ഒന്ന് തുടച്ചെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു ചില്ലിന്റെ കുപ്പിയിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തണ്ടോട് കൂടിയുള്ള നമ്മുടെ മല്ലിയില ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു കവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത പോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മല്ലിയില നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഒരാഴ്ച കൂടുമ്പോൾ ഇതിന്റെ വെള്ളം ഒന്ന് മാറിക്കൊടുക്കണം കേട്ടോ. രണ്ടാമത്തെ മെത്തേഡ് നമുക്കിതുപോലെയുള്ള ടിഷ്യൂ പേപ്പറിൽ ഫോൾഡ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിതുപോലെയുള്ള ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മുടെ മല്ലിയില ഇതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് ഒരു ബോക്സിലാക്കി സൂക്ഷിച്ചാൽ നമ്മുടെ മല്ലിയില നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. ഒത്തിരി മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാനുള്ള മെത്തേഡാണ്. ഇതുപോലെ നമുക്ക് കവറിലേക്ക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ടതിന് ശേഷം വെക്കുക. ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ ഒരു വർഷം വരെ അത് നല്ല ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ആവശ്യമുള്ള സമയത്ത് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കുന്ന നമ്മുടെ മല്ലിയില ഇതുപോലെ നമ്മുടെ കുപ്പിയുടെ പാത്രത്തിലാണെങ്കിൽ ഇട്ട് വെക്കാം കേട്ടോ. അത് ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.